സിഹി സിഹി എവിടെയാ സിഹി സിഹി ആന്റി നാളെയാണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ. ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല. സിഹിയാ ഞങ്ങളുടെ ടീം ലീഡർ. നിങ്ങളുടെ ലീഡർ അകത്ത് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ കരയുന്നൊന്നുമില്ല. സിഹി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യാനാടാ? നമ്മുടെ ഈ പൈസ ഇല്ലല്ലോ. എല്ലാരും നമ്മളെ ചീറ്റ് ചെയ്യുക. എല്ലാരും ഇവിടെ ചീറ്റ് ചെയ്തതാണത്രേ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മണ്ണോണ്ട് ഗണപതിനെ ഉണ്ടാക്കാം. ആ സിഹി, ഞാനും വന്ന് ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ. അവള് മുഖം കഴുകിയിട്ട് വന്നോളൂ. നിങ്ങൾ തുടങ്ങിക്കോ. പോവാനായി അശോക്, ഞാൻ നിനക്ക് ചായ തരാൻ വന്നതാ. ആഹാ, കൊള്ളാലോ. ചോദിക്കുന്നതിന് മുമ്പ് ചായ റെഡിയായല്ലോ. താങ്ക് യു ഭാർഗവി. അശോക്, ഹൗ ആർ യു മാൻ? സുഖമാണ്. ഈ ഫയൽ അപ്പത്തിന് സൈൻ ചെയ്ത് കൊടുത്തോ? ഈ ഫയലിൽ ഇവിടുന്ന് സൈൻ വേണമെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നോ? എന്ന് വെച്ചാ ഇതിന്റെയൊക്കെ തല ഇവിടെ എവിടെയോ ആണ്. വിശ്വ, അവനൊരു ചായ കുടിക്കട്ടെ. വേണ്ട വേണ്ട, എടുത്തോ, നിങ്ങൾ എന്നെ കുടിച്ചോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ഹലോ. ഹലോ ഫ്രണ്ട്. യാ ബഡി, വാട്ട്സ് അപ്പ്? സോറി ഫ്രണ്ട്, എനിക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടൊന്നും വേണ്ടാട്ടോ. ഞങ്ങൾ എല്ലാരും കൂടി മണ്ണും കൊണ്ട് ഗണേശനെ ഉണ്ടാക്കുക. ഞാൻ കാരണം നീ ബുദ്ധിമുട്ടായ എനിക്ക് സങ്കടാവും. ബൈ. ഇതൊക്കെ ആരാ? അമ്മ. ഹേയ് ഹേയ്, ഹലോ. സി, ഇപ്പഴാ നീ നല്ല കുട്ടിയായത്. ഇതാണൊരു ലീഡറിന്റെ ലക്ഷണം. ലക്ഷണം എന്ന് പറഞ്ഞാ ദൈവമല്ലേ? അത് ലക്ഷ്മണൻ. ലക്ഷണം എന്ന് പറഞ്ഞ ഗുഡ് ക്വാളിറ്റി എന്നാ. ഇനി നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി മണ്ണ് കൊണ്ട് ഗണപതി ഉണ്ടാക്കിയാലോ? സീത തന്നെ ചിലപ്പോൾ അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചാവോ അശോക്? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച എന്തെങ്കിലും നമുക്ക് നഷ്ടമാകുമ്പോഴുണ്ടാവുന്ന ആ വിഷമമുണ്ടല്ലോ, അതൊക്കെ ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ തന്നെ എത്ര മെച്ചൂർഡായിട്ട് അവളുടെ അമ്മയ്ക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ശരിടാ, ഇനി നീ എന്താ ചെയ്യുന്നേ? അവളുടെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ഇന്ന് അവൾ ചോദിച്ചത് ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗണപതി പോലും എന്നോട് ക്ഷമിക്കില്ല. സബാഷ്, ഇപ്പൊ തന്നെ ഒരു ഓർഡർ കൊടുത്താലോ? ആ ഗണേശനെ നേരെ വണ്ടിയിൽ കയറ്റിട്ട് വീടിന്റെ മുമ്പിൽ കൊണ്ട് നമുക്ക് ഇറക്കാം. സീരിയസ് ആയിട്ട് ചോദിച്ചാടാ മോനെ, ഒന്ന് മൂളിയാ ഇപ്പൊ തന്നെ ഓർഡർ കൊടുക്കാം. എടാ, അത് നമ്മൾ ഇങ്ങനെ ചെയ്ത സിഹി 100% ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മുടെ സീതയുണ്ടല്ലോ, നമ്മളെ നിർത്തി പൊരിച്ചു കളയും. ഒരു ലഞ്ച് ബോക്സിന്റെ കാര്യത്തിൽ അവള് റിയാക്ട് ചെയ്തത് നീ കണ്ടതല്ലേ? അപ്പിന് എന്താ ചെയ്യാ? എടാ മോനെ, ഒരു സൂപ്പർ ഐഡിയ കിട്ടിയടാ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സൂപ്പറാടാ, കിടിലൻ ഐഡിയ. പിന്നല്ലാതെ. മുന്നോട്ട് പോകും തോറും കളവ് പറച്ചില് വലുതാകുന്നുണ്ട്. എടാ, ഒരു കള്ളം കൊണ്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാ അത് തെറ്റാ. മറിച്ച് ആ കള്ളം ഒരാളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു തെറ്റുമില്ലടാ. എനിക്കിപ്പോ എന്റെ സിഹിയുടെ സന്തോഷമാണ് മുഖ്യം.
ഒരുക്കങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ തവണ ഗണേശോത്സവം ഫുൾ കളർഫുൾ. നിങ്ങൾ എല്ലാവരും ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഫുഡ് എന്റെ വക. നിങ്ങൾ എല്ലാവരും പോയി കൈയൊക്കെ കഴുകിയിട്ട് വാ. വലിയവരൊക്കെ എന്റെ കൂടെ വന്നേ. വന്നേ 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 വന്നേ. ആന്റി, നിങ്ങൾ വരുന്നില്ലേ? ഇല്ല മോളെ, ഞാനൊരു നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുവോ? അതേ മോളെ, ഇനി എന്തായാലും നാളെ നേരം വെളുത്തിട്ടേ കഴിക്കൂ. ഗണേശ, എനിക്ക് ഹെലികോപ്റ്ററിൽ ഒന്ന് കയറണം. ഞാൻ ഇന്ന് ഫുൾ ഉപവാസം എടുത്തോളാം. നീ എന്നെ ഒന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോണേ. നീ പുറത്തു പോവാണോ? ആ മേമ. എടാ, ഇന്നിവിടെ പൂജയുള്ളതല്ലേ? പൂജക്കുള്ള ഗണപതി വാങ്ങാൻ വേണ്ടിയല്ലേ ഞാൻ പോകുന്നേ. ഗണപതിയെ കൊണ്ടുവരാൻ നീ പോകുന്നത് എന്തിനാ? അത് അവരെവിടെ എത്തിക്കില്ലേ? മേമ, ഗണപതി നമ്മളെ കൊണ്ടുവരുന്നല്ലേ നല്ലത്. അതുമല്ല, അതൊന്നും ചെക്ക് ചെയ്യാൻ കൂടെ വേണ്ടേ? അതിന് ഞാൻ പോയാലേ പറ്റൂ. ഓക്കെ, ബൈ 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 ബൈ. ഏയ് അപ്പോ അപ്പോ ഏയ് അപ്പോ. ചേച്ചി, റാം ഭയങ്കര സന്തോഷത്തിലല്ലേ? ഇന്നലെ അവനെ കണ്ടപ്പോ എനിക്ക് നല്ല വിഷമമായി. ആ വിഷമത്തിനൊരു കാരണം ഉണ്ടായിരുന്നു. അതുപോലെ ഈ സന്തോഷത്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്തായാലും കാണും. എന്തായിരിക്കും ആ കാരണം? അശോകിന്റെ കൂടെ പുറത്തു പോയി വന്ന ശേഷം ഒത്തിരി ഹാപ്പിയാ. അയ്യോ സാധന, എന്റെ ഒരു മറവി നോക്ക്. എന്റെ ഉണ്ടായിരുന്നില്ലേ ഒരു സാരി സെറ്റ്? ഞാനത് നിനക്ക് തരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാനത് മറന്നേ പോയി. എന്റെ ഒരു കാര്യം. ആണോ? താങ്ക് യു ചേച്ചി. ആ സാധന, ആ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് നീ ഒന്ന് കണ്ടെത്തിക്കൊള്ളണേ. ഉറപ്പായും ചേച്ചി. ഗുഡ് മോർണിംഗ് സീതമ്മ. ഗുഡ് മോർണിംഗ്. എന്താ അങ്ങനെ നോക്കുന്നേ? എന്തു പറ്റി? രാത്രി മുഴുവൻ എന്നെ നോക്കിയിരിക്കുവായിരുന്നോ? എന്റെ മുത്തുമണി നോക്കിയിരുന്നപ്പോ എനിക്ക് ഉറക്കം തന്നെ വന്നില്ല. കള്ളം പറയാൻ പോലും നിനക്ക് അറിയില്ല. അപ്പോഴേക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിരിക്കുക. നീ എഴുന്നേറ്റാ പിന്നെ എനിക്ക് ഒരു സെക്കൻഡെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റുമോ? നിന്നെ സൈലന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് നീ ഉറങ്ങുമ്പോ മാത്ര. അതാ നോക്കിയിരുന്നത്. ഉറങ്ങുമ്പോ നീ എത്ര പാവാണെന്നറിയോ? എന്റെ കുട്ടി ഗൗരി ലക്ഷ്മി. അങ്ങനെയാണെങ്കിൽ നീ ഉറങ്ങുമ്പോഴും ഞാൻ നിന്നെ നോക്കിയിരിക്കും. ശരി, നോക്ക്. ഇപ്പോ നിന്നെ കാണാൻ എല്ലാരും കാത്തിരിക്കുക. എല്ലാരോ? ഞാന്, മുത്തശ്ശൻ, മുത്തശ്ശി, പൂജയ്ക്ക് വന്നിട്ടുള്ള ദൈവം, പിന്നെ ഈ പുതിയ ഡ്രസ്സും. പുതിയ ഡ്രസ്സോ? വാവ്, നല്ല ഭംഗിയുണ്ടല്ലോ. സീതമ്മ, നീ എനിക്ക് ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തന്നതല്ലേ? പിന്നെ എന്തിനാ പൈസ വേസ്റ്റ് ചെയ്യുന്നേ? വലിയൊരാള്. പൈസ എങ്ങനെയാ വേസ്റ്റ് ആവുന്നേ? നീ ഇപ്പൊ എത്ര പെട്ടെന്ന് വലുതാവുന്നേന്നറിയോ? നിന്റെ പഴയ ഡ്രസ്സൊക്കെ ചെറുതായിട്ടുണ്ട്. വേണേ ബർത്ത്ഡേ ഡ്രസ് എടുത്ത് നോക്ക്, അതൊക്കെ ഇപ്പൊ ചെറുതായിട്ടുണ്ട്. ആണോ? ശരിയാ സീതമ്മ, ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും സമ്മതിച്ചോ ഞാൻ പൈസ വേസ്റ്റ് ആക്കുന്നില്ലെന്ന്? ആ പൈസ കൊടുത്ത് ഞാൻ നിനക്ക് വേണ്ടി ഈ ഡ്രസ് വാങ്ങിയത്. താങ്ക് യു സീതമ്മ. വേഗം റെഡി ആയിട്ട് വാ, ഞാൻ അച്ഛനടുത്ത് കാണുവേ. ഇപ്പൊ നിനക്ക് ഉത്തരവാദിത്വമില്ലേ? പാ സീതമ്മ,
ഇനി ഞാൻ സീതമ്മയുടെ അടുത്ത് ഒന്നും ചോദിക്കില്ല. ഗണേശ, ഞാൻ ഇന്ന് ഫുൾ ഉപവസിച്ചോളാം. എനിക്ക് വേണ്ടതെല്ലാം നീ തരുമോ? എടാ, ഞാൻ ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോ സിഹി കണ്ടത് ഈ ഗണപതി ആവില്ലേ? ഏയ്, ഇതൊക്കെ ഓവറാടാ. ഇതാണെങ്കി എന്താ ഇത് തന്നെ കൊടുക്കണോ? ഇതാണെങ്കിൽ ഇത് തന്നെ കൊടുത്തേ പറ്റൂ. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്ക അശോക. ഇത് കണ്ടു കഴിയുമ്പോ അവർക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ? ഭാർഗവി മേമ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗണേശ മോനെ. എടാ, ദൈവത്തിനെ ആർക്കും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ദൈവം ഓർഡർ ചെയ്യുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഇതാണ് ഇപ്പൊ ഭഗവാന്റെ ഓർഡർ. ഈ ഗണപതിയെ സിഹിയുടെ വീട്ടിൽ തന്നെ എത്തിക്കണം. അല്ലേ ഗണേശ? ഹേ, എടാ മോനിങ്ങി വന്നടാ. എന്താടാ കണ്ടില്ലേ തലയാട്ടിയത്? നമ്മുടെ വീട്ടിലേക്ക് വേറൊരു ഗണപതിയെ കൊണ്ടുപോയാൽ മതി. ഇറ്റ്സ് ഓക്കെ. എന്തായാലും വിശ്വാസികളുടെ ഉള്ളിലല്ലേ ദൈവമുള്ളത്. പാവം എന്റെ സിഹിമോൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ശരി മഹാരാജൻ, ഉത്തരവ് പോലെ. നീ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാ. എടാ, അവരുടെ വീടിന്റെ അടുത്ത് ചെയ്യേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആയിട്ടില്ലേ? ഓൾ ഡൺ. വെരി ഗുഡ്. ചേട്ടാ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചേട്ടനെ ഫോൺ ചെയ്യാം. ആ അഡ്രസ്സിലേക്ക് ഈ ഗണപതിയെ ഡെലിവറി ചെയ്യണം. ശരി സാറേ. താങ്ക് യു. വീട്ടിലേക്ക് പറടാ. ഓ, അത് ശരിയാണല്ലോ. കറക്റ്റ്. ചേട്ടാ, ഞങ്ങളുടെ വീട്ടിലേക്ക് എടാ ആ ഗണപതി ഓക്കെ അല്ലേ? ഓക്കേടാ. ആ ഗണപതി കൊടുത്തേക്കേ. ശരി സാറേ. സാറിന്റെ വീട്ടിലോ? നീ വന്നിരിക്കി. ആയിക്കോട്ടെ സാറേ. വന്നേ 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 എല്ലാരും വന്നേ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഗണേശോത്സവം ഗംഭീരാക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ നമുക്ക് പരിപാടിയൊക്കെ ആരംഭിക്കാം. സീതമ്മ, എന്റെ ചക്കരക്കുടം ഇപ്പൊ എത്ര സുന്ദരിയായിട്ടുണ്ടെന്ന് അറിയോ എന്റെ മുത്ത്? എന്റെ സുന്ദരി കുട്ടിയാ നീ. മുത്തശ്ശൻ നിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ഇപ്പൊ ഇഞ്ചക്ഷൻ തരാവേ. എന്നിട്ട് നീ പോയി ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. വയറ് നിറയെ കഴിച്ചോണം. ഇന്ന് ഉത്സവമൊക്കെ അല്ലേ, നീ കളിച്ചുകൊണ്ടിരിക്കും. വയറ് കാലിയാണെങ്കിൽ നിനക്ക് ക്ഷീണം വരും. എന്താ മനസ്സിലായോ? മനസ്സിലായി സീതമ്മ. എഴുന്നേക്ക്. ബൈ. ബൈ സീതമ്മ. ഡ്രസ്സിൽ ചെളിയാക്കരുത് കേട്ടോ. ശരി സീതമ്മ. ബൈ. മുത്തശ്ശി, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാലോ, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ആന്റി, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് മോളെ. സീതമ്മ വാങ്ങി തന്നതാ. ആണോ? ഹേ, മതിയടി, എല്ലാരോടും പറഞ്ഞു നടക്കണ്ട. വാ കഴിക്കാൻ നോക്ക്. സീതമ്മ, എന്തു പറ്റി? എന്റെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ കഴിക്കും? ഞാൻ അവര് വരുമ്പോ അവരുടെ കൂടെ. വേണ്ട, അവര് കഴിച്ചോളും. നീ ഇഞ്ചക്ഷൻ എടുത്തിട്ടിരിക്ക. വാ കഴിക്ക്. പിടിക്കേ. സീതമ്മ, ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ അവരുടെ കൂടെ കഴിച്ചോളാം. വേണമെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഒന്നും വേണ്ട, കഴിക്കാൻ നോക്ക്. സീതമ്മ, അവിടെ അർപ്പിത ചൈതന്യുണ്ട്. ഞാൻ അവരുടെ കൂടെ പോയി കഴിച്ചോട്ടെ? ശരി, ശ്രദ്ധിച്ച്. ശരി സീതമ്മ. സീത, മോള് വാ, കഴിക്കേ. അർപ്പിത, പുളിഹോര ഇഷ്ടപ്പെട്ടോ? നിനക്ക് കുറച്ചുകൂടെ വേണോ? നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ജിതിൻ, നിനക്കും വേണോ? ഇതാ.
ഇത്ര പെട്ടെന്ന് കഴിച്ചോ മോളെ? ആ മുത്തശ്ശി. ഹായ് ഫ്രണ്ട്. ഹായ്. ഹായ്. എന്താ എല്ലാരും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കണേ? ഹാപ്പി ഗൗരി ഗണേശ. ഹാപ്പി അല്ല ഫ്രണ്ട്, ഞങ്ങൾ തോറ്റുപോയില്ലേ. സോറി. സോറിക്ക് എന്തിനാ പറയുന്നേ? ആരാ പറഞ്ഞ നിങ്ങൾ തോറ്റുപോയിന്ന്? പ്രിയപ്പെട്ട ഗ്രാമനിവാസികളെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഗണേശോത്സവം ആരംഭിക്കുന്നതാണ്. നിങ്ങൾ പ്രതിഷ്ഠിച്ച ഗണേശന്റെ വിഗ്രഹങ്ങൾ കാണുവാൻ നമ്മുടെ ജഡ്ജസ് വരുന്നതായിരിക്കും. ഗണേശമൂർത്തിയുടെ അലങ്കാര മിനുക്കുമണികൾ പൂർത്തിയാക്കിക്കൊള്ളുക. വിലയേറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കുക. ആരാ മണ്ണുകൊണ്ട് ഈ ഗണപതി ഉണ്ടാക്കി? നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അത് ക്യൂട്ടാണോ ഫ്രണ്ട്? നോക്ക്, ഞങ്ങളുടെ ഗണേശന് ഒരു ഇടം പോലും കിട്ടിയില്ല. പിന്നെ എങ്ങനെ പ്രൈസ് കിട്ടുമെന്നാ? ആര് പറഞ്ഞു ഗണപതി ഇവിടെ വെക്കണം അവിടെ വെക്കണം എന്നൊക്കെ? അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ റൂൾസ് അല്ലേ. നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കല്ലിൽ വരെ ദൈവം ഉണ്ടാവും. നീ ഒന്ന് പോയ ഫ്രണ്ട്, ഇങ്ങനെ പറഞ്ഞ സമ്മാനം കിട്ടുമോ? ഇപ്പൊ എന്താ നിനക്ക് വേണ്ടേ? നല്ലൊരു ഗണപതിയെ വേണം, അത്രയല്ലേ ഉള്ളൂ. ആ അതെ. ഡോണ്ട് വറി, നമ്മുടെ കയ്യിൽ അതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. ഞങ്ങളുടെ കയ്യില് സമയമില്ല, പൈസയില്ല, ഗണേശനും ഇല്ല. നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ തോറ്റു പോകുന്ന ഓർത്ത് ഒരിക്കലും പേടിക്കരുത്. ഓക്കെ അല്ലേ? തോൽക്കുന്നത് തെറ്റാണെന്ന് ആരാ പറഞ്ഞത് റാം? വീണു എഴുന്നേറ്റ് നടന്നു തുടങ്ങിയിട്ടല്ലേ എല്ലാരും ഓടാൻ പഠിക്കുന്നത്. അവരെല്ലായിടത്തും ജയിക്കണമെന്നൊന്നുമില്ല. കോമ്പറ്റീഷനിൽ അവള് ജയിക്കാനായിട്ട് നീ കയ്യിലുള്ള പൈസ ചെലവാക്കാൻ പോവാ? ഇതെന്തൊരു കഷ്ടമാണ്. തോൽക്കുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവസാനം വരെ കോമ്പറ്റ് ചെയ്യാതെ തോൽവി സമ്മതിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളാണെങ്കിലോ പരാജയത്തെക്കാളും ചെലവിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എന്തു പറഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞ് പൈസയിലെത്തും. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, അവള് കോമ്പറ്റീഷനിൽ ജയിക്കാനായിട്ട് നീ കയ്യിലുള്ള പൈസ മുടക്കി ഗണേശനെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ചു തരാൻ പറ. ഇപ്പൊ എന്താ വേണ്ടേ? പൈസ ചെലവാക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഞാനും എന്റെ ഫ്രണ്ട്സും ചേർന്ന് പിരിവെടുത്തോളാം. ഓക്കെ അല്ലേ? ഫ്രണ്ട്, ഒരു വട്ടം തന്നെ പൈസ കിട്ടിയത് വലിയ കാര്യം. രണ്ടാമതൊരു വട്ടം കൂടെ പോയാ അവര് നമ്മുടെ അടുത്ത് പൈസ ചോദിക്കും. ചോദിക്കുന്നത് നല്ല മനസ്സുള്ളവരാണെങ്കിൽ അതിന് ഭഗവാൻ തന്നെ വഴി കാണിച്ചു തരും. വന്നേ, നമുക്ക് നമ്മുടെ ലക്കൊന്ന് ട്രൈ ചെയ്യാലോ. ഫ്രണ്ട്, പൈസ കിട്ടിയില്ലെങ്കിലോ? ഞാൻ തന്നെ ഗണപതിയുടെ വേഷം കെട്ടിയിരുന്നോളാം. വാ, നമ്മുടെ ലക്കൊന്ന് നോക്കാലോ. കം ഓൺ ബോയ്സ് ആൻഡ് ഗേൾസ്, ഫോളോ മീ. ഗണപതി ബപ്പ മോറിയ, ഗണപതി ബപ്പ മോറിയ, വിദ്യാഗണപതിക്ക് 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 വിദ്യാഗണപതിക്ക്. ഇനി തയ്യാറങ്ങ തന്നെ. കുട്ടികളുടെ ഗണപതിക്ക്, നമ്മുടെ ഗണപതിക്ക്. അടുത്ത നോക്കാൻ നടക്ക്. കുട്ടികളുടെ ഗണപതിക്ക്, നമ്മുടെ സ്വന്തം ഗണപതിക്ക്. കണ്ടോ എത്ര പൈസ കിട്ടിയെന്ന്? നമുക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ടല്ലോ ഫ്രണ്ട്. നീ നോക്കിയോ, കുറച്ച് സമയം കഴിയുമ്പോ ഗണപതി തന്നെ പ്രത്യക്ഷപ്പെടും. ഗണേശന്റെ
നടക്കോ? നീ എന്റെ കുഞ്ഞു ദേവതയല്ലേ, നീ ആഗ്രഹിക്കുന്ന ഒക്കെ നടക്കാൻ പോവാ. ദൈവമേ ദൈവമേ, ഇപ്രാവശ്യമെങ്കിലും ഹെലികോപ്റ്ററിൽ കയറാൻ പറ്റണേ. ഫ്രണ്ട്, ഗണപതി പോലും വന്നില്ല, എന്നിട്ട് ഇപ്പോഴേ തുടങ്ങിയോ? ഇങ്ങ് വന്നേ. ഗണേശൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരണേ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞോളാം. ഓക്കെ, എന്നാ പിന്നെ ഗണപതിയോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞാലോ? യാ. ഓക്കെ. ഏ ഗണേശ, വേഗം വാ, വേഗം വാ ഗണേശ, വേഗം വാ. എല്ലാരും വന്നേ. നമ്മുടെ ഗണപതിക്ക്, നമ്മുടെ സ്വന്തം ഗണപതിക്ക്. ഞങ്ങൾക്ക് കുറെ പൈസ കിട്ടിയെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടി. നമ്മൾ ഇന്ന് വലിയൊരു ഗണേശനെ തന്നെ വാങ്ങും. നിന്റെയാണോ ഈ കുട്ടികളി മൊത്തം? അയ്യോ, അത് എന്റെ ഒന്നുമല്ല, എല്ലാ ഐഡിയ ഇവരുടെയാ, അല്ലേ മക്കളെ?